സർ, 24-ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ ആരംഭിച്ചു. ഈ പാർട്ടി കോൺഗ്രസ് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന CPM-നെ രക്ഷിക്കും. കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് ഒരു ലൈഫ് കൂടി നൽകുമോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? CPM-നെ പറ്റിയാണല്ലേ പറയുന്നതല്ലേ? അതെ. അത് പിന്നെ ബംഗാളിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ഇല്ലാതായി വരികയും ഇനിയിപ്പോൾ ഇവിടെ കേരളത്തിൽ വന്ന് ഉണ്ടായിരുന്നത് ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലുമാണ്. ബംഗാളിൽ പൂട്ടിയല്ലോ. അതെ, കടയെല്ലാം പൂട്ടി. അതെ, അവരുടെ പിന്നെ കട ഏതാണ്ടൊക്കെ കുറച്ച് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അത് തൃണമൂൽ കോൺഗ്രസിന് വാടകയ്ക്ക് കൊടുത്തിരിക്കുക. ത്രിപുരയിലും ഉണ്ടായിരുന്നത് കുറേ BJP-ക്ക് വിറ്റു. ത്രിപുരയിലും എല്ലാം പൂട്ടി. അത് ഒറ്റ തെരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ അത് പിന്നെ അവിടെ തൃണമൂലല്ല BJP-യാണ് പിടിച്ചെടുത്തത്. അതെ. അപ്പോൾ ഈ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നൊരവസ്ഥയിലായിപ്പോയി. ഇനിയിപ്പോൾ കേരളത്തിലാണ് അതും ഏതാണ്ട് ഇത് പൂട്ടിക്കെട്ടാവുന്ന ഒരു വക്കില് എത്തി നിൽക്കുകയാണ്. ഈ കേരളത്തിലെ ഇത്തിരി സാമ്പത്തിക ഇടം കൂടിയാണ് പാർട്ടിയുടെ. കേന്ദ്രത്തിൽ ഇവരൊക്കെ ഇങ്ങനെ നടക്കണ്ടേ? അല്ല സാറേ, ഒരു ചൊല്ല് ഞാൻ കേട്ടത്, ഈ കേന്ദ്രത്തിലെ AKG ഭവനുണ്ടല്ലോ, അതിൻ്റെ കറണ്ട് ബില്ല് അടയ്ക്കുന്നത് മുതൽ പാർട്ടി കോൺഗ്രസ് വരെ നടത്തുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ്. അവിടുത്തെ കറണ്ട് ബില്ല് അടയ്ക്കുന്നുണ്ടാകാൻ ഡൽഹിയിൽ. ഇവിടുത്തെ കറണ്ട് ബില്ല് അടയ്ക്കുന്നുണ്ടോ? എനിക്കതൊരു സംശയമുണ്ട്. അത് പിന്നെ ഇവിടെ ഭരിക്കുന്നത് അവരായതുകൊണ്ട്. അത് എനിക്ക് തോന്നുന്നു അവിടുത്തെ ആ AKG സെൻറ്റർ ഇരിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ അവിടെ ഒന്ന് വിളിച്ചു ചോദിക്കണം അവിടെ കറണ്ട് ബില്ല് അടയ്ക്കുന്നുണ്ടോ എന്നുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ KCB വഴി നമുക്കത് കട്ട് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കണം അല്ലേ? അപ്പോൾ എന്തായാലും കറണ്ട് ബില്ല് മാത്രമൊന്നുമല്ല, അവിടെ പിന്നെ കഞ്ഞിയും പയറും ഒക്കെ കുടിച്ച് കിടക്കണ്ടേ? ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി അറിയത്തില്ലേ? അവിടെ പിന്നെ ഇവരെല്ലാം ഫ്ലൈറ്റിൻ്റെ നെഞ്ചത്തും ഒക്കെ കയറി ഇറങ്ങി നടക്കണ്ടേ? അതിന് ഈ കേരളത്തിൽ നിന്നുള്ള പണമല്ലേ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് മുഴുവൻ. CPM അത് തന്നെയാണ്. പിന്നെ പിണറായി വിജയനാണ് ധനത്തിൻ്റെ ഒരു സ്രോതസ്സായി മാറിയിരിക്കുന്നത്. പിണറായിക്ക് മീതെ ആരും ഇപ്പം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ്സിലൂടെ തെളിഞ്ഞു വരുന്ന 2-3 കാര്യങ്ങളുണ്ട്. അവർ ഒരു കാര്യം നേരത്തെ പറഞ്ഞു, അതായത് ഈ ദേശീയ തലത്തിൽ തന്നെ ഇനിയും പിടിമുറുക്കി നിൽക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഭരണം ഇനിയും പിടിക്കണം. അതെ, തുടർഭരണം വേണം. എങ്കിൽ ദേശീയ തലത്തിൽ പിന്നെ നമുക്ക് പടർന്ന് പന്തലിക്കാം എന്നുള്ള അഭിപ്രായം ഉണ്ടായി. അപ്പം കേരളത്തിലെ ഭരണം നിലനിർത്തണം, അത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇനി ഇവിടെയും കൂടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർന്നു, ഈ പാർട്ടി ഇന്ത്യയിൽ ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ എത്തും. അപ്പോൾ തുടർഭരണം പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടതായ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. പിണറായി വിജയനാണ് പാർട്ടിയുടെ മുഴുവൻ കാര്യങ്ങളും എല്ലാമായി തീർന്നിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറിയായി, പിന്നീട് മുഖ്യമന്ത്രിയായി, തൻ്റെ പരിധിയിൽ തന്നെ നിർത്തി. പാർട്ടിയുടെ ജീവാത്മാവും പരമാത്മാവും ഇപ്പോൾ പിണറായിയാണ്. ഇനിയും ഒരു തവണ കൂടി ഭരണം കയ്യിൽ കിട്ടിയാൽ അത് പിണറായിയുടെ രീതി അനുസരിച്ച് പിണറായി തന്നെ കേരളം ഭരിക്കണം എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അത് ചോദ്യം ചെയ്യപ്പെടുമോ എന്ന് ചോദിച്ചാൽ ചോദ്യം ചെയ്യപ്പെടില്ല. കാരണം ഉറപ്പാണ്. ഇവിടെ ഭരണം ഉള്ളത് കൊണ്ടാണ് കാര്യങ്ങളെല്ലാം എന്തെങ്കിലും രീതിയിൽ ഓടിപ്പോകുന്നത്. അത് പിണറായിയെ മാറ്റി നിർത്തിയാൽ, ഇപ്പം പ്രായത്തിൻ്റെ പരിധി വെച്ചുകൊണ്ട് മാറ്റി നിർത്തിയാൽ അത് ഇവർക്ക് ദോഷമുണ്ടാക്കും. പ്രായപരിധിയിലെ കാര്യത്തിൽ ഇളവ് വരുത്തും. അതിനു വേണ്ടി തന്നെയാണ് ഒരുപക്ഷെ ത്രിപുരയിലെ പഴയ നേതാവ് മണിക് സർക്കാരിനെ വീണ്ടും ഒരുപക്ഷെ അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി ആക്കാനുള്ള നീക്കം നടത്തും. അതിൻ്റെ പേരിൽ പിണറായിക്ക് ഇവിടെ ഒരവസരം തുടരാൻ സാധ്യത കാണും. ഇപ്പം ചിലർ ചോദിക്കും, MA ബേബി പാർട്ടി സെക്രട്ടറിയായി. MA ബേബിയെ ഒന്നും പാർട്ടി സെക്രട്ടറി ആക്കൂ? പിണറായിക്ക് ഒട്ടും താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. പിണറായിക്ക് ഒട്ടുമല്ല താല്പര്യമില്ല. പിണറായി പറയും അത് ആര് വേണമെന്നുള്ള രീതിയിൽ. MA ബേബിയെ പിന്നെ 2014 മുതൽ പിണറായി ഒതുക്കിയിട്ടിരിക്കുകയാണ്. കൊല്ലത്ത് കൊണ്ടുവന്ന് പ്രേമേന്ദ്രനെതിരെ മത്സരിപ്പിച്ച് പരനാറി പ്രയോഗം നടത്തി വോട്ട് കുറച്ചില്ലേ? അതെ. 19 വേറെ ബാലഗോപാലിനെ അവിടെ നിർത്തി
ഇതുപോലെ തന്നെ പ്രയോഗം ആവർത്തിച്ചു. അതും പരാജയപ്പെടുത്തി. അപ്പോൾ പിന്നെ ബേബി അങ്ങ് വിട്ടിരിക്കുകയാണ് കേന്ദ്രത്തിലേക്ക്, അല്ലേ, PB ആയിട്ട്. മലയാള മനോരമയാണ് കുറേ കാലം കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത് ബേബിച്ചായൻ പാർട്ടി സെക്രട്ടറി ആകും, ബേബിച്ചായൻ പാർട്ടി സെക്രട്ടറി ആകും. ഇനി പാർട്ടി സെക്രട്ടറി കൂടെ ആകാത്ത കുഴപ്പം കൂടെ ഉള്ളൂ. കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ്റെ കാലത്ത്. ഈ വിദ്യാഭ്യാസ വകുപ്പ് ആ വകുപ്പ് തന്നെ മുട്ടിച്ച് കളഞ്ഞത് ഈ സാംസ്കാരിക നായകനെന്നും പറഞ്ഞ് രണ്ടാം മുണ്ടനെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ വലിയൊരു സാംസ്കാരിക നായകനാണ് താൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാവം. ഈ പരീക്ഷയുടെ പ്രസക്തി ഇല്ലാതാക്കിയതിൽ പ്രധാന ഉത്തരവാദി ഈ പിന്നെ MA ബേബിയാണ്. അതുപോലെ തന്നെ യുവജനോത്സവത്തിൻ്റെ ആ ഒരു ചൂടും ചൂരും കളഞ്ഞു. അതും കളഞ്ഞത് ചുമ്മാ ഒരു ബുദ്ധിജീവി ചമഞ്ഞ് നടക്കുകയാണ്. ഒരു സഞ്ചി തൂക്കിക്കൊണ്ട് നടന്നിട്ട് ഞാനാണ് സാംസ്കാരികം. മത്സരങ്ങളിൽ ഒരു വിജയി ഇല്ലെങ്കിൽ പിന്നെ അതിന് മത്സരമല്ലല്ലോ. കേരളത്തിലെ സാംസ്കാരികം മുഴുവൻ തൻ്റെ ഈ പിന്നെ ഹോൾസെയിലായിട്ട് താനെടുത്ത് ഈ സഞ്ചിക്കകത്ത് വെച്ചിരിക്കുകയാണെന്നാണ് MA ബേബിയുടെ ധാരണ. അപ്പോൾ സ്വയം പ്രഖ്യാപിത രണ്ടാം മുണ്ടനായി നടക്കുന്ന ബേബിച്ചായനെ കൊണ്ടുവരണം എന്നും പറഞ്ഞാണ് മനോരമ എഴുതുന്നത്. മനോരമയുടെ താല്പര്യം മനോരമയുടെ താല്പര്യം. അവർക്ക് ചില താല്പര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ഒരു കാലത്ത് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചൊക്കെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുണ്ടാകുമെന്ന് തോന്നുന്നില്ല. പിണറായി വിജയൻ ഓരോ കാര്യങ്ങളും റൂട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുവന്ന എന്തിനു വേണ്ടിയാണ്? പിണറായി വിജയനും മരുമകനും ഒക്കെ വേണ്ടി കാര്യങ്ങൾ സുഗമമായി ഇനിയും കിട്ടണം. 2021 തെരഞ്ഞെടുപ്പിൽ നിന്ന് ചിലരെ മാറ്റി നിർത്തി, അല്ലേ? ചിലരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി. അപ്പോൾ ഇതൊക്കെ എന്താണ്? അവർക്ക് പിണറായിക്ക് ചില പ്രഖ്യാപിത ലക്ഷ്യമുണ്ട്, അത് നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പാർട്ടി കോൺഗ്രസ്സിൽ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇനിയൊരു പാർട്ടി കോൺഗ്രസ് സമ്മേളനം കേരളത്തിൽ ഇപ്പോൾ 26 അധികാരത്തിൽ വന്നില്ല എന്ന് കരുതുക. എങ്കിൽ ഇവിടുന്ന് അന്ത്യം, പാർട്ടി കോൺഗ്രസ് ഒക്കെ നടക്കുന്ന കാര്യം അന്ത്യം ആരംഭിച്ചു. ഇനി അധികാരത്തിൽ വന്നാൽ പോലും ഇപ്പോഴിരിക്കുന്ന ഭൂരിപക്ഷം അത്രയും കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, കിട്ടില്ല. എങ്ങാനും കഷ്ടിമുട്ടി ഭരണം നടത്താൻ തക്കവണ്ണം. കാരണം BJP ഇവിടെ കേരളത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. പാർട്ടി കോൺഗ്രസ്സിൽ കഴിഞ്ഞ ചർച്ച ചെയ്ത് തുടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന കാര്യം BJPയുടെ വളർച്ചയാണ്. BJPയുടെ വളർച്ച എടുത്തു പറയുന്നുണ്ട്. BJPയോടെ വേണം നമ്മൾ ഇനിയും എതിരിടേണ്ടത് എന്ന് പറയുന്നുണ്ട്. അല്ല, ദേശീയ തലത്തിലുള്ള BJPയുമായുള്ള ഏറ്റുമുട്ടലിനേക്കാൾ കൂടുതൽ കേരളത്തിൽ BJPയുമായിട്ട് ഏറ്റുമുട്ടുന്നതിനെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. കേന്ദ്രത്തെ അങ്ങനെ ഒന്നും പറയത്തില്ല. കേന്ദ്രത്തിൽ അവിടെ ഇല്ലല്ലോ. ആകെ 1.76% വോട്ടുള്ള ഒരു പാർട്ടി. അപ്പം BJPയോടെയാണ് ഇവരുടെ ഏറ്റുമുട്ടൽ. കോൺഗ്രസ്സിന് ആയിട്ട് യാതൊരു തരത്തിലുള്ള സഖ്യവും വേണ്ട എന്നാണ് പറയുന്നത്. ഇന്ത്യ മുന്നണി അതിനകത്തൊന്നും അതൊക്കെ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ മതിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് വേണ്ടി മാത്രമാണോ ഒരു പ്രതിപക്ഷ സഖ്യത്തിൽ ഒരു പ്രതിപക്ഷമായിട്ട് ഇരിക്കേണ്ടത്? ആ സമയം മുന്നണിയായിട്ട് ഒന്നിച്ചു പോകേണ്ടവർ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ മതി എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം അതും കേരളത്തിലില്ല കേട്ടോ. അതെ, ഈ പാർട്ടി കോൺഗ്രസ്സിൽ ഇത്തരത്തിൽ മുൻപൊരു പാർട്ടി കോൺഗ്രസ്സിലും ഇല്ലാത്ത തരത്തിലുള്ള ചില തീരുമാനങ്ങളിലേക്കായിരിക്കും ഇത്തവണ പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, കേരളമാണ് ഈ പാർട്ടി കോൺഗ്രസ്സിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. ഭരണം തുടർന്ന് പിടിക്കുന്നതിന് വേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. പിണറായി വിജയൻ തന്നെയാണ് പാർട്ടി കോൺഗ്രസ്സിലെ താരവും, മറ്റൊരാളില്ല. അതെ. അപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ്സിൽ നിന്ന് ചില പിന്നെ നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങളും ഒക്കെ ആയിട്ട് CPM മധുരയിൽ നിന്ന് വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.